ഇത് കാലടിയിലെ ശ്രീ ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രമാണ്. ശങ്കരാചാര്യരുടെ ഒരു പ്രതിമ അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പുറത്തെ കവാടത്തിൽ രണ്ട് വശത്തായിട്ട് ഇടതുവശത്ത് സ്വർണ്ണനെല്ലിക്ക പൊഴിയുന്ന ആ ഒരു സംഭവം ആലേഖനം ചെയ്ത് വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് മെയിൻ എൻട്രൻസ്, അതിന് വലത്തുവശത്തായിട്ട് ആലേഖനം ചെയ്തിരിക്കുന്നത് മറ്റൊരു സംഭവമാണ്. അതായത് ആദിശങ്കരാചാര്യരെ കുട്ടിക്കാലത്ത് മുതല പിടിച്ച സംഭവം, പെരിയാറ്റിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ മുതല പിടിച്ചത് ആ ഒരു സംഭവമാണ് അവിടെ ആലേഖനം ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് രണ്ടും നല്ല രീതിയിൽ അത് വരച്ചിരിക്കുന്നു. മെയിൻ കവാടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള മറ്റൊരു ഭാഗമാണിത്. അവിടെയാണ് ആദ്യം കാണിച്ച ശങ്കരാചാര്യരുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമാണ് അവിടുത്തേത്. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ് ഇതെല്ലാം തന്നെ. എനിക്ക് അവിടെ ചെന്നപ്പോൾ ഓർമ്മ വന്നത് അദ്ദേഹം അമ്മയെ സ്തുതിക്കുന്ന ആ ഒരു ശ്ലോകമാണ്. ആസ്താം താവതീയം പ്രസൂതി സമേ ദുർവാരശൂലവ്യജ നൈരുച്യം ധനിശോഷണം മലമൈ ശയ്യാജ സംവത്സരീ ഏകസ്യാഭിണ ഗർഭഭാരഭരണ ക്ലേശസ്യ യസ്യാക്ഷമോ ധാതും നിർവൃതി മുന്നതോ വിധനയ തസ്യൈ ജനന്യൈ നമഃ. ഇതാണ് എനിക്ക് ഓർമ്മ വന്നത്. അവിടെ അമ്മയുടെ സമാധി ഉണ്ടല്ലോ, അവിടെ പോയപ്പോൾ അതാണ് ആ ഒരു ശ്ലോകമാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തിയത്. വീണ്ടും കുറച്ച് ചിത്രങ്ങളൊക്കെ ഞങ്ങൾ പകർത്തി. പുറത്ത് നല്ല മനോഹരമായ ഒരു ഗാർഡനും മറ്റുമുണ്ട്. എല്ലാം തന്നെ മനസ്സിന് വളരെ ആനന്ദം നൽകുന്ന ഒരു അന്തരീക്ഷമാണ് ഇത്. പുറത്ത് നിന്ന് നോക്കുമ്പോൾ ഉള്ളിലെ ആ ഒരു ഹോളും മറ്റുമാണ്. അവിടെ എപ്പോഴും കീർത്തനങ്ങളും ഒക്കെ ചൊല്ലുകയും സഹസ്രനാമം ചൊല്ലുകയും ഒക്കെ ഡിവോട്ടീസ് വന്നിരിക്കുന്നു. അങ്ങനെ ഒരു നല്ലൊരു അന്തരീക്ഷമാണ് അവിടുത്തേത്. ശാന്തമായി ഇരിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ പറ്റിയ ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലം. എല്ലാവരും അവിടെ വിസിറ്റ് ചെയ്യുക. നല്ലൊരു സ്ഥലമാണ്.